രാംലല്ലയുടെ രാമപ്രതിഷ്ഠ നടക്കാനിരിക്കെ ലോകം മുഴുവൻ ഇതൊരു മഹോത്സവമായി കൊണ്ടാടുകയാണ്. കൊച്ചിക്കാരും ഇതൊരു ഉത്സവമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ ഉത്സവം എവിടം വരെയായി, എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടല്ലോ. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാം. അതിനുവേണ്ടി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുമല ക്ഷേത്രത്തിന് മുൻപിലാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം, എന്തായി ഇവിടുത്തെ ആഘോഷം, ഇവിടുത്തെ ഉത്സവങ്ങൾ എവിടം വരെ എത്തി നിൽക്കുകയാണെന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ഉത്സവത്തിന്റെ? ഇവിടെ രണ്ട് വിധത്തിലാണ് ഉത്സവം നടക്കുന്നത്. ഒന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കാര്യപരിപാടി അനുസരിച്ച് ഇന്ത്യയിലെ ഒട്ടാകെ നടക്കുന്ന പരിപാടികളുടെ ഭാഗമായിട്ട് ഇവിടെ മട്ടാഞ്ചേരി കൊച്ചി ഭാഗത്ത് 6 സ്ഥലത്ത് ആ കാര്യപരിപാടി നടക്കുന്നുണ്ട്. അതുകൂടാതെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശോഭയാത്രകളും വിവിധ കലാപരിപാടികളും പാവക്കൂത്ത് പോലെയുള്ള കലാസംരംഭങ്ങളൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് അയോധ്യയിൽ നിന്ന് എത്തിച്ച അക്ഷതമുണ്ട്. ഏകദേശം 10,000 വീടുകളിൽ ഈ അക്ഷരം എത്തിക്കണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7,000 സംതിങ് വീടുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. 7,000-ഓളം വരുന്ന ഹിന്ദു വീടുകളിൽ നമ്മൾ ഈ അക്ഷരം എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ശ്രീരാമൻ്റെ മാതൃക, ഈ അയോധ്യയിൽ പണിയുന്ന ക്ഷേത്രത്തിലെ മാതൃകകൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്, ക്ഷണപ്പത്രം എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ 7 കേന്ദ്രങ്ങളിൽ ഈ ലൈവ് പരിപാടി നടക്കുന്ന അങ്ങോട്ട് നമ്മൾ ഈ ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്. 500 ആണ്ടുകളായി ഹിന്ദുക്കളുടെ മനസ്സിനേറ്റ മുറിവാണ് അയോധ്യ. ഇതിനൊരു പരിഹാരമാവുകയാണ് തിങ്കളാഴ്ച. ഈ ഒരു ദിനമെന്ന് പറയുന്നത് അയോധ്യ ജന്മസ്ഥാനത്തേക്ക് ശ്രീരാമൻ തിരികെ വരുന്ന സുവർണ ദിനമാണ്. ഈ ഒരു മഹാദൗത്യത്തിനു വേണ്ടി സഹനങ്ങൾ അനുഭവിച്ച് സ്വന്തം രക്തം ചീന്തിക്കളഞ്ഞ ഒരുപാട് കർസേവകരുണ്ട്. ഈ ആയിരക്കണക്കിന് കർസേവകരിൽ നിന്നും കേരളത്തിൽ നിന്നും അയോധ്യയിലേക്ക് പോയ ചില സ്വാഭിമാനികളായ ദേശാഭിമാനികളായ കുറച്ച് കർസേവകരെ നമുക്ക് പരിചയപ്പെടാം. അവരുമായി സംസാരിക്കാം. എന്നോടൊപ്പം ഇപ്പോൾ കൂടിയിട്ടുള്ളത് കുറച്ച് കർസേവകരാണ്. നമുക്ക് അവരുടെ അനുഭവം അറിയാനുള്ള ഒരു ആഗ്രഹവും ആകാംക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. എന്തായാലും 1990 എൻ്റെ കുടുംബത്തിൻ്റെ സകല എതിർപ്പും അവഗണിച്ച് രാമൻ്റെ സേവ ചെയ്യണം, അവിടെ രാമക്ഷേത്രം ഉയരണം എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജാൻസിയിലെത്തി അവിടെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാർ റെഡിയായിരുന്നു. അന്ന് VP സിംഗ് ആണ് ഭരിച്ചിരുന്നത്. BJPയുടെ സപ്പോർട്ടോടെ VP സിംഗ് ആണ് ഭരിച്ചിരുന്നത്. മുലായം സിംഗ് എന്ന ആളായിരുന്നു മുഖ്യമന്ത്രി ഉത്തർപ്രദേശ്. അങ്ങനെ പറഞ്ഞു, ഒരു ഈച്ച പോലും ഇവിടെ കടക്കില്ല, അത്ര സെക്യൂരിറ്റിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് മെയിൻ റോഡിൽ കൂടി പോകാൻ പറ്റില്ല. അങ്ങ് ഗ്രാമാന്തരങ്ങളിലൂടെ ഇങ്ങനെ കാളവണ്ടിക്കും മറ്റുമൊക്കെ ഇങ്ങനെ കടന്ന് ഏതാണ്ട് അയോധ്യയുടെ അടുത്തെത്താറായപ്പോഴേക്കും ഞങ്ങൾ മെയിൻ റോഡിലൂടെ കയറി. അപ്പോൾ അവിടെ ആകെ ഈ വെടിവെപ്പും ബഹളവും ആൾക്കാരെ എല്ലാം ഇങ്ങനെ ഇതാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോലെയായിരുന്നു. ഓരോ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പോലീസ് സെക്യൂരിറ്റിയുടെ നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അയോധ്യയിലേക്ക് അന്ന് വെടിവെപ്പ് നടന്നതിൻ്റെ ദിവസമായിരുന്നു. അന്ന് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കുറേ വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു, ആംബുലൻസ്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ കൈ കാണിച്ച് നിർത്തി. ഞങ്ങളും രക്ഷാപ്രവർത്തനത്തിന് വരികയാണ്. അവിടെയുള്ള കർഷകർക്ക് ഉള്ള മരുന്നും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ അതിൽ കയറ്റി. ഞങ്ങളവിടെ അയോധ്യയിലെത്തിയപ്പോൾ അന്തരീക്ഷം ശരിക്കും പറഞ്ഞാൽ ഒരു അന്തരീക്ഷമായിരുന്നു. യുദ്ധാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ചോരയും അങ്ങനെ കല്ലും ഒക്കെ ഇങ്ങനെ ഒരു യുദ്ധം നടന്ന സ്ഥലം എങ്ങനെയുണ്ട് അതുപോലെയായിരുന്നു, യുദ്ധഭൂമി പോലെയായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു കാശ്മീർ ബോർഡറിലുണ്ടായിരുന്ന ഒരു ജവാൻ കോട്ടയത്തുകാരൻ അങ്ങനെ കണ്ടു. അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, മലയാളികൾ ആരെങ്കിലും വരുന്നുണ്ടോ, മലയാള ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞങ്ങൾ കൊങ്ങിണി ഭാഷയെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. പുള്ളി ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ എൻ്റെ കൂടെ അപ്പൂപ്പൻ മുണ്ടാ കൊടുത്തിരുന്നത്. പുള്ളി ഓടി വന്ന് ചോദിച്ചു, നിങ്ങൾ മലയാളികളാണെന്ന് ചോദിച്ചു. പിന്നെ പൊട്ടിക്കരച്ചിലായിരുന്നു. ഞങ്ങൾ കെട്ടിപ്പിടിച്ചു, ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, ഒരു മലയാള ശബ്ദം കേൾക്കാൻ ഞാൻ വളരെയധികം കൊതിച്ചിരിക്കുന്നത്. 3 മാസം ഞാൻ ബോർഡറിലായിരുന്നു. ഞങ്ങൾ എമർജൻസി ആയിട്ട് ഇവിടെ അയോധ്യയിൽ കൊണ്ടുവന്നതാണ് ഇന്നും ആ പട്ടാളക്കാരും കോട്ടയത്തുകാരും പറയുകയും ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു രാമൻ്റെ ഇതിനു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായ ഒരു ഇതായിരുന്നു. അന്ന് ജാതിയോ മതമോ അത് എവിടെയാണ്, നമ്മൾ ഏത് ആണെന്നില്ല, രാമൻ്റെ ഭക്തനാണോ ഒരു ചോദ്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒന്നായൊരു സമയമായിരുന്നു. അന്ന് 5-8 പേര് വെടിയേറ്റ് മരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളവിടെ എത്തുന്നത്. തിരിച്ച് വരുമ്പോൾ അവിടെ നിന്ന് അയോധ്യയിൽ നിന്ന് എത്രയും പെട്ടെന്ന് കർഷകർ ഒഴിഞ്ഞു മാറണം. കാര്യം അവരെ കൊണ്ട് തിങ്ങിയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന പ്രശ്നവും ആഹാരവും പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്രീ ആയിട്ട് ട്രെയിൻ ഒഴിക്കായിരുന്നു. അന്ന് VP സിംഗിനുള്ള ഒരു BJPയുടെ സപ്പോർട്ടോടെ ഭരിച്ചിരുന്നത്. VP സിംഗിന് BJP മറ്റേ അവരെ ഇതിന്നും ഇതായി. അപ്പോൾ VP സിംഗിൻ്റെ ഭരണം താഴെ പോയി. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങളും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. ജീവനോടെ 33 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല, എന്നാലും പറയുകയാണ്. ക്ഷേത്രം ഉയരുന്നതിൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കത് കാണാൻ പറ്റിയല്ലോ, അത് അനുഭവിക്കാൻ പറ്റുമല്ലോ.
ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നട്ടെല്ലുള്ളൊരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത് അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് യഥാർത്ഥ ഒരു കരസേവകനാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നത് സത്യം പറഞ്ഞാൽ. ഓക്കെ, ചേട്ടന് ഏത് വർഷമായിരുന്നു പോയിരുന്നേ? 1990 കർഷകർക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ യാത്രയായി. ഈ 650ഓളം വരുന്ന കർഷകരെയും കൊണ്ട് ഈ ട്രെയിൻ കൃത്യം 3 രാത്രി കഴിഞ്ഞ് ഒരു പകൽ രാവിലെ 9 മണിയോടുകൂടി ഞങ്ങൾ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയുണ്ടായി. അന്നേരം അവിടുത്തെ ജില്ലാ കലക്ടറും മറ്റ് പോലീസ് സേനയും വന്നിട്ട് അവിടെ തടസ്സം നിൽക്കുകയും യാത്ര തുടരാൻ ഇനി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ശക്തമായ നിലപാട് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഉള്ള യാത്ര തുടരുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നത്. ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മൾ വളരെയധികം വേദനയോടുകൂടി പറഞ്ഞു കേൾക്കുന്ന കാര്യമായിരുന്നു ഇവിടെ തീവ്രമായ ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. എന്നാൽ മറിച്ച് നമുക്ക് ജാൻസിയിലെത്തിയ സമയത്ത് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അവർ ഇതിലൊന്നും അവർക്ക് ഇതുണ്ടായിരുന്നില്ല. അവർക്ക് ഈ പുണ്യഭൂമിയിൽ ക്ഷേത്രം വരണം എന്നുള്ള നിറഞ്ഞ മനസ്സോടെയുള്ള ആഗ്രഹക്കാരായിരുന്നു അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അവരിൽ നിന്നും നമുക്ക് ആവശ്യമായ ദാഹജലം കിട്ടിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആ ഭൂമിയിൽ ക്ഷേത്രം വരണം ക്ഷേത്രം കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു. ധീരകൃത്യത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൽ ഏറ്റവും അഭിമാന മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് ഏറ്റവും സന്തോഷത്തോടെ പറയാനുള്ളത്. ഇവിടെ കൊച്ചിയിൽ വന്നതിന് ശേഷം ക്ഷേത്രങ്ങളായ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ യാത്രാനുഭവങ്ങൾ വിവരിക്കുവാൻ സാധിച്ചു എന്നുള്ളതിലും എനിക്ക് അന്ന് വളരെയധികം ചാരിതാർത്ഥ്യം എന്നിലുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പോണ വഴിക്ക് ഝാൻസിയിൽ വെച്ചിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു സ്കൂളിൽ അടക്കുകയും അവിടെ ഭജനയും കാര്യങ്ങളും ആയിട്ട് 8 ദിവസം നമ്മളവിടെ പാർപ്പിക്കുകയും അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഝാൻസി റാണിയുടെ കോട്ടയിലേക്ക് ഒരു ഭജനയായിട്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വെടിവെപ്പ് ഉണ്ടാകുകയും 2 പേര് ഇതിൽ മരണപ്പെടും. ഇത് രണ്ടും കൽപ്പിച്ചിട്ടുള്ള യാത്രയായിരുന്നല്ല, തിരിച്ചു വരുമെന്നുള്ള ഉറപ്പില്ലായിരുന്നു. അവിടെ നിന്ന് നമ്മളെ അറസ്റ്റ് ചെയ്തിട്ട് ട്രെയിനിൽ കയറ്റിയിട്ട് ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഇല്ലാണ്ടാണ് തിരിച്ചു വന്നത്. പോണ സമയത്ത് ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഭീകരാന്തരീക്ഷമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. എറണാകുളം സൗത്തിലിറങ്ങി നടന്നിട്ടാണ് വീട്ടിലേക്ക് വന്നത്. കാവിമുണ്ടും ഷർട്ടും ആയിരുന്നു വേഷം. കയ്യിലൊരു ബാഗും ഉണ്ടായിരുന്നു 2 പേരുടെ കയ്യിലും. അവിടെ പോകണം എന്നുള്ള ഇതാണ്. ഞങ്ങൾ പോകുന്നുണ്ട്. ടിക്കറ്റ് 22-ാം തീയതി അടുത്ത മാസം 19-ാം തീയതിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഇവിടുന്ന് എറണാകുളം ജില്ലയിൽ 50ഓളം പേര് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ ഏത് വർഷമായിരുന്നു പോയേ? 92-ൽ. അന്നത്തെ അനുഭവം, അന്ന് കർഷകർക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ പോകാമെന്ന് പറഞ്ഞു. പ്രചോദനമായത് അവിടെ അയോധ്യയിൽ കാല് കുത്തിയപ്പോഴത്തേക്കും മനസ്സിലൊരു സന്തോഷം തോന്നി, ഒരു ഉണർവ് വന്നു. അപ്പോൾ കർഷകർക്ക് എങ്ങനെയായാലും കയറണം, മുകളിൽ ബാബരി മസ്ജിദിൻ്റെ പൊക്കത്ത് കയറണം എന്നുള്ള ഒരു ചിന്ത. അങ്ങനെ കയറണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ എൻ്റെ കൂടെ നവീനൊക്കെ ഉണ്ടായിരുന്നു. ആ നവീനൊക്കെ വിട്ടിട്ട് ഞാൻ ഒറ്റക്ക് അവിടെ പോയി. അത് പൊളിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഇഷ്ടിക കൊണ്ടുവന്ന് ഇപ്പോഴും ഡിസംബർ 6-ൻ്റെ അന്ന് വീട്ടിലിട്ട് പൂജിക്കും. പൂജാരനെ കൊണ്ടുവന്നിട്ട് പൂജ ചെയ്യും എല്ലാം കൊല്ലം ഡിസംബർ 6-ന്. ഇല്ല, പോകുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചില്ല തിരിച്ചു വരുമെന്ന്. അങ്ങനത്തെ ഒരു ചിന്തയിലായിട്ടാണ് പോയത്. പക്ഷെ രാമൻ്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു വരാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ വീണ്ടും ആ മണ്ണിൽ വീണ്ടും കാലുകുത്താൻ വേണ്ടി പോകും. പിന്നെ തിരിച്ചു വന്നപ്പോൾ 2-3 സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഝാൻസി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വന്ന ട്രെയിനിൽ ബ്ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് മുസ്ലിങ്ങൾ കുറേ പേര് കല്ലൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. തിരിച്ച് ഞങ്ങൾ കർഷകരെല്ലാവരും ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവർക്ക് നിൽക്കാൻ കളിയില്ല. അവർ തിരിച്ച് അങ്ങോട്ട് പുറകിലോട്ട് ഓടി. പിന്നെ ലക്നൗവിൽ വെച്ചിട്ട് 2-3 മുസ്ലിങ്ങൾ ചോറും പൊതിയായിട്ട് വന്നു. ആ ചോറും പൊതിയുടെ അകത്ത് വിഷമാണ് കലക്കിയത്. RSSകാരുടെ വേഷത്തിലാണ് അന്ന് അവർ വന്നത്. എന്നിട്ട് ആ ചോറും പൊതി കൊടുത്ത് കഴിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്
പക്ഷേ ഒരാൾ കഴിച്ചപ്പോഴത്തേക്കും വീണപ്പോഴത്തേക്കും പിന്നെ സംഘത്തിൻ്റെ ആൾക്കാർ ഉത്തരവിട്ടവർ അവർ വന്നിട്ട് പറഞ്ഞ് ആരും മേടിക്കാൻ പാടില്ല, അതിൽ വിഷം ചേർത്തേക്കണേന്, അതുകൊണ്ട് അത് ആ പൊതിയൊക്കെ കളയാൻ വേണ്ടി പറഞ്ഞ്. ഇന്നെത്തിയത് ഈ പറഞ്ഞ പോലെ ഒരു വെളുപ്പിനെ ഒരു 3 മണി ആ സമയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഞങ്ങൾക്ക് നമ്മൾ അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്യാമ്പ് എവിടെ എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ ഒരു UP അവരുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ഒരു കോളേജ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നോ, ഈ പറഞ്ഞ പോലെ വെളുപ്പിനെ നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മതി, ഇവിടുത്തെ സിറ്റുവേഷൻ അത്ര മോശമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ തീ കാഞ്ഞ് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ വിറകിട്ട് തീയൊക്കെ ഇട്ടിട്ട് നേരം വെളുപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ നമ്മുടെ ക്യാമ്പിലേക്ക്, നമ്മുടെ ക്യാമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. നമ്മുടെ ഒരു സാക്കേത് കോളേജിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. പിന്നെ ഈ കരസേവ ടൈമിന് നമുക്ക് ഈ പറഞ്ഞ നിർദ്ദേശം, ഈ പറഞ്ഞ മണ്ണെടുത്തിട്ട് ആ കരസേവ ടൈമിന് നമ്മൾ ക്ഷേത്രത്തിൽ കോമ്പൗണ്ടിലേക്ക് ഇടുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമായിരുന്നു. കരസേവ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മകുടത്തിൻ്റെ മുകളിൽ ആൾക്കാർ കയറിയിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഈ RSSൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ പറഞ്ഞു, ഇത് പാടില്ല, നമുക്ക് പറഞ്ഞേക്കണേ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ വന്ന ലക്ഷക്കണക്കിന് ഭക്തർ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഒരു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഒരു 11-20 തുടങ്ങിയത് ഒരു 12:30-1 മണിയായപ്പോഴത്തേക്ക് ഫസ്റ്റ് മകുടം വീണ്. അതിനുശേഷം ഒരു 2:30-3 മണി ആയപ്പോഴത്തേക്കും രണ്ടാമത്തെ മകുടവും വീണു. പിന്നെ മൂന്നാമത്തേത് ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അതും തീർന്നു. പിന്നെ രാത്രിയോടെ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് അവിടുത്തെ പഴയ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയിരുന്നു. പിന്നീടുള്ള പിറ്റേ ദിവസം നമ്മൾ അവിടുത്തെ കരസേവകർക്ക് കൂടിയിട്ട് ഒരു ചെറിയൊരു ക്ഷേത്രം പണിയാനിട്ട് ഇഷ്ടികയും അതിൻ്റെ ഒക്കെ ഭാഗമാകാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ പറഞ്ഞ പോലെ കരസേവ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാത്രി ഹെലികോപ്റ്റർ മുഴുവൻ അവിടെ റോന്തുവിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അവിടുത്തെ വീക്ഷിക്കണമായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊരു നിർദ്ദേശം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾക്ക് അവിടുന്ന് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രെയിൻ ഹെലികോപ്റ്റർ പകൽ മുഴുവനും കറങ്ങിയിട്ട് രാത്രി ആയപ്പോഴത്തേക്കും മിലിറ്ററിയുടെ വരവായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് വളയാനായിട്ട് മിലിറ്ററിയുടെ അവരൊക്കെ കൂടിയിരുന്നു. അപ്പോൾ നമുക്ക് നിർദ്ദേശം കിട്ടി, ഇനി നമ്മളിവിടെ നിൽക്കരുത്, നമ്മൾ ഇവിടുന്ന് പോകണം. പക്ഷേ ക്ഷേത്രം ചെറുത് പണിത് ഭഗവാനോടെ സ്ഥാപിച്ചതിന് ശേഷമാണ്. അപ്പോൾ സൈലൻ്റായിട്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയത്. പക്ഷെ പറയട്ടെ, ഞങ്ങൾ സൈലൻ്റായിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന മിലിറ്ററിക്കാർ തന്നെ ജയ് ശ്രീറാം വിളിച്ചു കൊടുക്കലായിരുന്നു. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കുടുംബത്തിലുള്ള ചേട്ടന്മാരും ഇവരൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ഫുൾ സപ്പോർട്ടായിരുന്നു. എന്നുവെച്ചാൽ അപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 6 മക്കളാണ്, 4 ആണ് 2 പെണ്ണും. അപ്പോൾ നിങ്ങൾ 3 ആണുങ്ങളുണ്ടല്ലോ, അത് മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.